ഹലോ, ബ്രേക്ക് ടെസ്റ്റ് വഴി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നതിനുള്ളിൽ ഈ സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് സെഷനിൽ നിന്ന് ആരംഭിക്കാം. ഇനി ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ബ്രേക്ക് ഉപയോഗിച്ച് യഥാർത്ഥ ലോഡിങ്ങിനായി കണക്ട് ചെയ്ത ടെസ്റ്റ് നടത്തുക. സ്പ്രിംഗ് ബാലൻസ് റീഡിംഗിൽ നിന്ന് ഔട്ട്പുട്ട് പവർ കണക്കാക്കുക. മോട്ടോറിന്റെ കാര്യക്ഷമത കണക്കാക്കുക. ഈ പരിശോധന നടത്താൻ ആവശ്യമായ ഉപകരണങ്ങൾ ഇവയാണ്: ബ്രേക്ക് ലോഡിംഗ് ക്രമീകരണവും സ്പ്രിംഗ് ബാലൻസുമുള്ള 3-ഫേസ് സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ, 3-ഫേസ് ഓട്ടോ ട്രാൻസ്ഫോമർ, ട്രിപ്പിൾ പോൾ സിംഗിൾ ത്രോ TPST സ്വിച്ച്, MI വോൾട്ട് മീറ്റർ, MI അമ്മീറ്റർ, ടാക്കോമീറ്റർ, ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ. ബന്ധിപ്പിക്കുന്ന വയറുകൾ. നെയിം പ്ലേറ്റ് വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ മീറ്ററുകളുടെ പരിധി തിരഞ്ഞെടുക്കാം. മീറ്ററുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് സർക്യൂട്ട് റിഗ് ചെയ്യേണ്ടതുണ്ട്. ത്രീ-ഫേസ് AC വിതരണത്തിൽ നിന്ന് ഓരോ ഘട്ടത്തിൽ നിന്നും ഒരു TPST സ്വിച്ചിന്റെ ഇൻപുട്ട് വശത്തേക്ക് വയറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു. A-B ഘട്ടങ്ങൾക്കിടയിലുള്ള ലൈൻ വോൾട്ടേജ് അളക്കാൻ വോൾട്ട് മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു. B ഫേസ് കറന്റ് അളക്കാൻ അമ്മീറ്റർ ബന്ധിപ്പിച്ചിരിക്കുന്നു. 3-ഫേസ് കറന്റ് അളക്കാൻ സർക്യൂട്ടിൽ 2 വാട്ട് മീറ്ററുകൾ ഉപയോഗിക്കുന്നു. ML എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന കറന്റ് കോയിൽ ഫേസുമായി ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. കൂടാതെ പൊട്ടൻഷ്യൽ കോയിൽ CV ഘട്ടങ്ങൾക്കിടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. M, C എന്നീ ടെർമിനലുകൾ ഷോർട്ട് സർക്യൂട്ടാണ്. സർക്യൂട്ട് ഡയഗ്രം അനുസരിച്ച് മോട്ടറിന്റെ സ്റ്റേറ്റർ ഫേസ് വൈൻഡിങ്ങുകൾ ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിലേക്ക് വാട്ട് മീറ്ററുകളിലൂടെയും അമ്മീറ്ററുകളിലൂടെയും ബന്ധിപ്പിച്ചിരിക്കുന്നു. യന്ത്രത്തിന്റെ റോട്ടർ മെക്കാനിക്കലായി ഒരു ബ്രേക്ക് ലോഡിംഗ് ക്രമീകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഹാൻഡ് വീലുകൾ ശക്തമാക്കുന്നതിലൂടെ മോട്ടോറിലെ ലോഡ് വർദ്ധിപ്പിക്കാൻ കഴിയും. ത്രീ-ഫേസ് പവർ സപ്ലൈ ഓണാക്കി TPST സ്വിച്ച് അടയ്ക്കുക. വോൾട്ട് മീറ്റർ റീഡിംഗ് നിരീക്ഷിച്ച് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ നോബ് വലത്തേക്ക് പതുക്കെ തിരിക്കുക. അത് മോട്ടോറിന്റെ റേറ്റു ചെയ്ത വോൾട്ടേജിൽ എത്തുന്നതുവരെ മോട്ടോർ പതുക്കെ വേഗത കൂട്ടാൻ തുടങ്ങുകയും അതിന്റെ റേറ്റു ചെയ്ത വേഗതയിൽ എത്തുകയും ചെയ്യുന്നു. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, സ്പ്രിംഗ് ബാലൻസ്, ടാക്കോമീറ്റർ റീഡിംഗുകളും ടാബുലേറ്റും ഉപകരണങ്ങളുടെ ശ്രേണിയെ അടിസ്ഥാനമാക്കി റീഡിംഗുകൾ രേഖപ്പെടുത്തുമ്പോൾ ഉചിതമായ ഗുണന ഘടകം പരിഗണിക്കേണ്ടതുണ്ട്. ബ്രേക്ക് ലോഡിംഗ് ഹാൻഡ് വീൽ ശക്തമാക്കി ലോഡ് വർദ്ധിപ്പിക്കുക. മീറ്റർ റീഡിംഗുകൾ നിരീക്ഷിക്കുക. അമ്മീറ്റർ അതിന്റെ റേറ്റ് ചെയ്ത മൂല്യം വായിക്കുന്നതുവരെ ഈ പ്രക്രിയ ആവർത്തിക്കുക. കൂടാതെ പട്ടികയിൽ കോളത്തിലെ റീഡിംഗുകൾ രേഖപ്പെടുത്തുക. ഇപ്പോൾ പരീക്ഷണം പൂർത്തിയായി. ലോഡിംഗ് നോ ലോഡ് അവസ്ഥയിലേക്ക് കുറയ്ക്കാം. 0-ൽ എത്തുന്നതുവരെ ഓട്ടോ ട്രാൻസ്ഫോമർ എതിർ ഘടികാര ദിശയിൽ തിരിക്കുന്നതിലൂടെ പ്രയോഗിച്ച വോൾട്ടേജ് കുറയ്ക്കുക.
3 ഫേസ് സപ്ലൈ ഓഫാക്കി റീഡിംഗുകൾ ശ്രദ്ധിക്കുക. ബ്രേക്ക് ഡ്രം ആരവും ബെൽറ്റിന്റെ കനവും അളക്കുക. റീഡിംഗുകൾ ശ്രദ്ധിക്കുക. പരീക്ഷണത്തിൽ നിന്നും പട്ടികയിൽ നിന്നും അളന്ന ഡാറ്റ ഉപയോഗിച്ച് വ്യത്യസ്ത ലോഡുകൾക്കായി വ്യത്യസ്ത പ്രകടനം പാരാമീറ്ററുകൾ ഇപ്പോൾ കണക്കാക്കാം. ഈ സമവാക്യം ഉപയോഗിച്ചാണ് ടോർക്ക് കണക്കാക്കുന്നത്. ടി in Newton meter equal to 9.81 into S1 minus S2 into R plus T. ഇവിടെ S1, S2 എന്നിവയാണ് കിലോയിലെ സ്പ്രിംഗ് ബാലൻസ് റീഡിംഗുകൾ. R എന്നത് ബ്രേക്ക് ഡ്രമ്മിന്റെ മീറ്ററിലുള്ള വ്യാസമാണ്. T എന്നത് മീറ്ററിലുള്ള ബെൽറ്റിന്റെ കനമാണ്. ഈ സമവാക്യം ഉപയോഗിച്ചാണ് ഔട്ട്പുട്ട് പവർ കണക്കാക്കുന്നത്. P out of W is equal to 2 pi NT divided by 60. ഇവിടെ N എന്നത് RPMലുള്ള മോട്ടോറിന്റെ വേഗതയും T എന്നത് ന്യൂട്ടൺ മീറ്ററിലുള്ള ടോർക്കുമാണ്. P in watts equal to W1 plus W2. വാട്ട് മീറ്റർ റീഡിംഗുകളുടെ W1, W2 എന്നിവയുടെ ആകെ തുകയാണ് ഇൻപുട്ട് പവർ. എഫിഷ്യൻസി ഇൻ പെർസെൻറ്റേജ് ഈക്വൽ ടു P out divided by P in into 100. ഇപ്പോൾ എഫിഷ്യൻസി വൈദ്യുതി ഉൽപാദനത്തിനെതിരെ ആസൂത്രണം ചെയ്യാൻ കഴിയും. ലോഡ് കൂടുന്നതിനനുസരിച്ച് കാര്യക്ഷമത വർദ്ധിക്കുകയും അതുവഴി വൈദ്യുതി ഉൽപാദനം വർദ്ധിക്കുകയും ചെയ്യുന്നത് നിരീക്ഷിക്കാവുന്നതാണ്. ഇത് ഒരു പ്രത്യേക ലോഡിൽ ഒരു പീക്ക് മൂല്യത്തിൽ എത്തുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നു. നമ്മൾ പഠിച്ചത് റീക്യാപ്പ് ചെയ്യാം. ബ്രേക്ക് ഉപയോഗിച്ച് യഥാർത്ഥ ലോഡിങ്ങിനായി കണക്ട് ചെയ്ത് ടെസ്റ്റ് നടത്തുക. സ്പ്രിംഗ് ബാലൻസിന്റെ റീഡിംഗുകളിൽ നിന്ന് ഔട്ട്പുട്ട് പവർ കണക്കാക്കുക. മോട്ടോറിന്റെ എഫിഷ്യൻസി കണക്കാക്കുക. ബ്രേക്ക് ടെസ്റ്റ് വഴി സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിന്റെ നിർണയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത സെഷനിൽ കാണാം.